ശശി തരൂരിനെതിരെ നിയമ നടപടികൾ കടുപ്പിച്ച തിരുവനന്തപുരം മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തനിക്കെതിരെ നടത്തിയ വ്യാജ ആരോപണങ്ങൾക്കെതിരെ തരൂരിന് വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് കൈപ്പറ്റി 24 മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, തിരുവനന്തപുരത്തെ സിറ്റിംഗ് എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂരാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ചില ആരോപണങ്ങൾ നടത്തിയത്. പണം നൽകി വോട്ട് പിടിക്കുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളും ആരോപണങ്ങളും സിറ്റിംഗ് എംപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത് അസത്യ പ്രചാരണമാണ്. ഈ അസത്യ പ്രചാരണത്തിലും വ്യാജ പ്രസ്താവനകൾക്കും എതിരെയാണ് കൂടുതൽ നിയമ നടപടിയിലേക്ക് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കടന്നിട്ടുള്ളത്. തരൂരിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തിയാണെന്നും തരൂരിന് അയച്ച വക്കീൽ നോട്ടീസിൽ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നോട്ടീസ് കൈപ്പറ്റി 24 മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് ശശി തരൂർ മാപ്പ് പറയണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു സ്വകാര്യ മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെ തുടർന്ന് NDA സ്ഥാനാർത്ഥിയും ഒപ്പം കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ആർക്കും എന്തും പറഞ്ഞു പോകാൻ കഴിയില്ലെന്നും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ആർജവം കാണിക്കണമെന്നും നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പ്രസ്താവനകൾ നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിയമ നടപടികൾ കടുപ്പിക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ തരൂർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ഇടവ വൈദികർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് സ്വാധീനിക്കാൻ താൻ ശ്രമിച്ചെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ശശി തരൂർ പ്രചരിപ്പിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അടുത്ത നിയമ നടപടിയിലേക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കടക്കുന്നത്. എന്തായാലും ഈ പ്രസ്താവന നടത്തി ഒരാഴ്ച നടന്നു കഴിഞ്ഞിട്ടും ഇതൊരു ഔദ്യോഗിക പ്രതികരണം പിന്നീട് നടത്താൻ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ നടത്തിയിട്ടില്ല. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും തിരുവനന്തപുരത്തെ മത്സരം NDAയും ഒപ്പം കോൺഗ്രസുമാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കൂടെയാണ് ഈ ആരോപണം പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വ്യാജ ആരോപണം നടത്തിയതിലും പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം തന്നെ നിയമ നടപടി ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കടുപ്പിക്കുകയും ചെയ്തത്. വിഷ്ണു, വ്യക്തമാണ്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.